ആസ്ട്രൽ ബോഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങത്തില്ല. അനങ്ങാൻ ബുദ്ധിമുട്ട്, പിന്നെ അനങ്ങാൻ ബുദ്ധിമുട്ട്. കാരണം ഫിസിക്കൽ ബോഡി പോയല്ലോ, വീക്കായി. ഞാൻ അനുഭവപ്പെട്ടതല്ലേ ആസ്ട്രൽ ബോഡി വന്നപ്പോഴത്തേക്ക് കരിയർ എനിക്ക് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കേദാർനാഥ് വെച്ചിട്ട് എന്റെ അല്ല ശരീരം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഫാൻറ്റംസ് ആണ്, ഇതൊന്നും ആത്മാവല്ല, ഫാൻറ്റംസ് ആണ്. ഒരു ഫിസിക്കൽ ബോഡി നമ്മൾ എത്രത്തോളം വീക്കായി കാണുകയും ആസ്ട്രൽ ബോഡിയെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആസ്ട്രൽ ബോഡി എനിക്ക് തേടയും ഉണർന്നത് ഞാൻ എന്തെങ്കിലും സാധന ചെയ്തിട്ടല്ല. തേടൈ എന്ന് പറയുന്നത് നമുക്ക് ആകപ്പാടെ മനുഷ്യന് രണ്ട് പോയി കണ്ണേ നമ്മുടെ ഫിസിക്കൽ രണ്ട് കണ്ണ്. തേടൈ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കണ്ണുള്ളത് ആസ്ട്രൽ ബോഡിയിൽ. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ തീറ്റയിലാണ്. അത് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും നടുക്കാണ് ആൽഫാതലം. ഈ ആൽഫാതലത്തിൽ നിന്നുകൊണ്ട് രണ്ടിനെയും ആസ്വദിക്കാൻ പറ്റും. പക്ഷെ എന്നെ വിളിച്ചപ്പോ ഞാൻ കൃത്യമായിട്ട് എണ്ണീറ്റു. അപ്പൊ അത് എന്റെ ഒരു ആസ്ട്രൽ തലമാണ്. അല്ല, അത് ആൽഫാതലമാണ്. സോറി, തേടൈ. അത് ഒരുപാട് പേര് ഇപ്പം തന്നെ ഈ തേടയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. തേടൈ 2 ദിവസം കൊണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ പറയുന്നത് ഇത് അത്ര പെട്ടെന്നൊന്നും ആവുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം, കഴിഞ്ഞ ജന്മത്തിന്റെയോ മുൻ ജന്മത്തിന്റെയോ അനുഭവം കൊണ്ട് തുറന്നേക്കാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തുറക്കുന്നതല്ല, അതിന് ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ പറയുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. തേടൈ എന്ന് പറയുന്നത് നമുക്ക് ആകപ്പാടെ മനുഷ്യന് രണ്ട് പോയി കണ്ണേ പോയി നമ്മുടെ ഫിസിക്കൽ രണ്ട് കണ്ണ്. തേടൈ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കണ്ണുള്ളത് ആസ്ട്രൽ ബോഡിയിൽ. ഈ ഫിസിക്കൽ ബോഡി വീക്കായിരിക്കുകയും ആസ്ട്രൽ ബോഡിയിലെ കണ്ണ് തുറക്കുകയും ചെയ്യുന്നതാണ് തേടൈ. ആസ്ട്രൽ ബോഡിക്കും കണ്ണുണ്ടല്ലോ, അത് ഈ കണ്ണിൽ കൂടെ തന്നെയാണ് ആ കാഴ്ച വരുന്നത്. എനിക്ക് തേടയുള്ള ആളാണ്, ഈ കണ്ണിൽ കൂടെ തന്നെയാണ് കാഴ്ച, അല്ലാതെ ഈ പറയുന്ന നെറ്റിത്തളത്തിൽ കൂടെ ഒന്നും അല്ല ആ കാഴ്ച വരുന്നത്. ഈ കണ്ണിൽ കൂടെ തന്നെയാണ് കാഴ്ച പോയി മറ്റേ ആസ്ട്രൽ ബോഡിയിലെ ആ കാഴ്ച പതിയുന്നത്. അങ്ങനെയാണ് അത് കാഴ്ച കാണുന്നത്. അത് അല്ലാതെ കണ്ട് ഈ പറയുന്നത് പോലെ നെറ്റിത്തളത്തിൽ കൂടെ അല്ല, എനിക്കൊന്ന് ശിവനുമായി ബന്ധപ്പെട്ടിട്ടാണ് നെറ്റിയുമായി ബന്ധപ്പെട്ട് ശിവന് മാത്രമല്ല എല്ലാ ആസ്ട്രൽ ബോഡി ഉള്ളവരാണ്. നമ്മൾ ഈ കാണുന്ന എല്ലാ ദേവതകളും ആസ്ട്രൽ ബോഡി ഉള്ളവരാണ്. അവർ കാണുന്ന എല്ലാം തേടയിലാണ്. അവർക്കെല്ലാം അത് നെറ്റിക്കണ്ണ് അഗ്നികണ്ണാണ്. അതിൽ നിന്ന് അഗ്നിയാണ് ഉണ്ടാകുന്നത്, കണ്ണല്ല. പക്ഷെ അതിനെ എല്ലാവരും ഇപ്പൊ കണ്ണാക്കി വെച്ചിരിക്കുകയാണ്. അത് അഗ്നിയാണ്. ഇപ്പൊ മറ്റേ ദക്ഷയാഗത്തിലൊക്കെ അതിൽ നിന്ന് വന്ന അഗ്നിയാണ് ദഹിപ്പിച്ചത്. ചിലര് പറഞ്ഞിട്ടുണ്ട് തേടൈ ആകെ തോന്നുന്നത് ശിവൻ മാത്രമാണ്. അല്ല, എനിക്ക് തുറന്നിരിക്കുക, എനിക്ക് തുറന്നതാണ്. പിന്നെ അനേകം പേർക്ക് തുറന്നിട്ടുണ്ട്. അതിപ്പോ ഒരു പുതുമയുള്ള കാര്യമൊന്നുമില്ല. അത് പറഞ്ഞില്ലേ, ഫിസിക്കൽ ബോഡി നമ്മൾ എത്രത്തോളം വീക്കായി കാണുകയും ആസ്ട്രൽ ബോഡിയെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആസ്ട്രൽ ബോഡി എനിക്ക് തേടൈ ഉണർന്നത് ഞാൻ എന്തെങ്കിലും സാധന ചെയ്തിട്ടല്ല. എനിക്ക് ഏതാണ്ട് 4 വയസ്സുള്ളപ്പോൾ എനിക്ക് ഓപ്പൺ ആയതാണ്. അന്ന് ഞാൻ 2 രൂപങ്ങളുടെ ഇങ്ങനെ എപ്പോഴും ചേർന്നിരിക്കുന്ന 2 രൂപങ്ങളുടെ ഇടയിൽ കൂടെ സന്ധ്യാസമയത്ത് ചാടുകയും അത് പിന്നീടാണ് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പറയാമോന്നറിയില്ല, എന്നാലും പറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് എനിക്ക് കിട്ടും. അതുകൊണ്ട് എങ്കിലും പറയുകയാണ്, അത് ശിവപാർവതി സ്വരൂപമായിരുന്നു. അപ്പൊ അതിനിടയിൽ കൂടെ ചാടുക എന്നുള്ളതായിരുന്നു എന്റെ ഹോബി രാത്രി സന്ധ്യാസമയം. അപ്പോ ഇത് ഒരു 3-4 വയസ്സുള്ളപ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6-7 വയസ്സുള്ളപ്പോ അമ്പലങ്ങളിൽ ദേവി അപ്പൊ ഇങ്ങനെ പിന്നെ കുറെ കാലം ഐസുമായിട്ട് പിന്നെ ഒന്നും കാണാൻ അനിശ്ചിതമായി ചാവുന്നത്. പിന്നെ എനിക്കൊന്നും കാഴ്ചയില്ല. പിന്നെ സാധനയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ചെറിയൊരു തുടങ്ങി. അപ്പൊ എനിക്കറിയാം തേടൈ എന്താണ്. അത് ഇവിടുന്നല്ല അത് കാണുന്നത്, നമ്മുടെ കണ്ണിൽ കൂടെ തന്നെയാണ്. നമ്മുടെ കണ്ണിൽ കൂടെ തന്നെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിലെ കണ്ണെത്തുകയാണ്, നമ്മുടെ ആസ്ട്രൽ ബോഡിയിലെ കണ്ണിലെത്തുകയാണ്. ആസ്ട്രൽ ബോഡിയിൽ കണ്ണിലെത്തിയാൽ അത് തേടൈ. അപ്പൊ നമ്മൾ ആസ്ട്രൽ ബോഡിയിൽ കാണുന്നത് മാത്രമാണ് നമ്മുടെ തേടൈ. അതാണ് തേടൈ. ആസ്ട്രൽ ബോഡി നമ്മൾ ഈ ഒരു തലത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് വന്ന് ആ ഒരു ആസ്ട്രൽ ബോഡിയിൽ നമ്മൾ ചുറ്റും കാണുന്നത് എന്തോ അതാണ് തേടൈ. ഈ ബോഡിയിൽ നമ്മൾ ആസ്ട്രൽ ബോഡി നമ്മൾ പുറത്തു വന്നാൽ നമ്മൾ ചത്തുപോകും. ആസ്ട്രൽ ബോഡി പുറത്തു വന്നാൽ ചത്തുപോകും. ആസ്ട്രൽ ബോഡി ഈ ശരീരത്തിന് പുറത്തു വന്നാൽ ചത്തുപോകും. ഈ ആസ്ട്രൽ ബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ കണ്ണുമൊക്കെ തുറന്നിരിക്കുമ്പോൾ ഈ കണ്ണിൽ കൂടെ കയറുന്നത് നേരെ ആസ്ട്രൽ ബോഡി പോകും, ആസ്ട്രൽ കണ്ണി പോകും. കണ്ണി പോകുമ്പോൾ കാണുന്നത് എക്സ്ട്രാ സെലിസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ആസ്ട്രൽ കണ്ണ്, അതാണ് ആസ്ട്രൽ ബോഡി, അതാണ് തേടൈ എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നെറ്റിക്കൂടെ മറ്റോ ആണോ കാണുന്നത്? ഒന്നുമല്ല, നെറ്റിയോടെ ഒന്നുമല്ല ഇത് കാണുന്നത്. ഇത് നമ്മുടെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ കണ്ണിൽ കൂടെ തന്നെ ആസ്ട്രൽ ലെവൽ ബോഡിയിൽ കണ്ണിലെത്തുക.
അതുകൊണ്ട് ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പോലൊന്നും അല്ല ആസ്ട്രൽ ലെവല്. ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. പറ്റിക്കപ്പെടുന്നു. 10,000 രൂപ, 20,000 രൂപ, 50,000 രൂപ. അല്ല, എന്റെ കൂടെ ഒരാള് ഈ കായംകുളത്തുള്ള ഒരു സ്വാമിയുടെ ശിഷ്യൻ എന്റെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുതിയ പോയിരുന്ന അയാളുടെ ജോലിയെല്ലാം രാത്രിയിൽ എനിക്ക് ആസ്ട്രൽ ബോഡിയെ പറ്റി അറിയാം. രാവിലെ സന്ധ്യ മുതൽ അയാൾ ഈ നെറ്റിത്തടത്തിൽ ഇങ്ങനെ തള്ളവെല്ലുകൊണ്ട് ഇങ്ങനെ കറക്കി ഞാൻ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്ക് എന്തിനായി ഇത് കഴിയുന്നു? അത് നമ്മുടെ തേടയും ഉണരാൻ വേണ്ടി. ഇത് ആരാ പറഞ്ഞു തന്നെ? അത് പറഞ്ഞ സ്വാമിയുടെ കാര്യം പേര് ഞാൻ പറയുന്നില്ല. ഇന്നാരാ പറഞ്ഞു? ഒരു ക്രിസ്ത്യൻ സ്വാമിയാണ്, കായംകുളത്തുള്ള ക്രിസ്ത്യൻ സ്വാമി, ഹരിപ്പാടുള്ള ഒരു ക്രിസ്ത്യൻ സ്വാമി ഇവിടെ വന്നിട്ടുള്ളവരെ. ഇത് മതിയോ? ഞാൻ ചോദിച്ചു, എന്തൊക്കെ ഇളയും, ഏതൊക്കെ കണ്ണിക്കോരൊക്കെ ഇളയും? നീ വീട്ടിൽ ചെന്നിട്ട് വേണം നോക്കാൻ. ഇതൊക്കെ ഗുരുക്കന്മാര് കാണിച്ചു വെക്കുന്ന. അപ്പോഴത്തേക്ക് ഇയാളെ ഇവിടെ എന്തായെന്നറിയാമോ? ഒരു കുളമായി ചുമന്ന് നീര് പിടിച്ച് ഇങ്ങനെ ഇട്ട് തിരുമി. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറെ മാംസമുണ്ട്. ഈ മാംസം പോയാൽ മാത്രമേ, തൊലി മാത്രമായാൽ മാത്രമേ തേടയുള്ളൂ, ഓപ്പൺ ആവും. ആ സമയത്ത് എനിക്ക് തേടയുണ്ട്. പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊന്നുമല്ല തേടയും വെച്ചാൽ ആസ്ട്രൽ ബോഡിയുടെ കണ്ണാണ്. ആസ്ട്രൽ ബോഡിയുടെ കണ്ണ് ശരിയാകണമെങ്കിൽ ഫിസിക്കൽ ബോഡിയെ കണ്ണിനേക്കാൾ ആസ്ട്രൽ ബോഡിക്ക് ബലം നൽകുന്ന സാധനങ്ങളും ആഹാര രീതികളും നമ്മൾ ബലപ്പെടുത്തും. ആസ്ട്രൽ ബോഡി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ കണ്ണ്, ചെവി എല്ലാം ഡെവലപ്ഡ് ആകും. അപ്പോ നമ്മൾ കേൾക്കാത്ത സൗണ്ടുകളും, മറ്റുള്ളവർ കേൾക്കാത്ത സൗണ്ടുകളും, മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങളും, മറ്റുള്ളവർ രുചിക്കാത്ത ആഹാരങ്ങളും നമുക്ക് രുചിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലായി? മറ്റുള്ളവർ കാണാത്ത കാഴ്ചകളും, മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ ആസ്ട്രൽ ബോഡി ഡെവലപ്ഡ് ആണ്, ഫിസിക്കൽ ബോഡി വീക്ക്. അല്ല, അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് മറ്റുള്ള തലങ്ങളിൽ നിൽക്കുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് പറ്റത്തില്ല. അതിന് അങ്ങോട്ട് ടീച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ലെവലിൽ മാത്രം, ആ കണ്ണല്ലേ തുറന്നിരിക്കുന്നത്, ഈ ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു, അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വടക്കേറ്റത്ത്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോ ഞാൻ അത് ആശുപത്രിയാണ്, പഴയ എന്റെ ആശുപത്രി. അവിടെ അതിന്റെ വരാൻ തയ്ക്കുന്നു. അന്നപ്പോ ഇയാള് ഈ ഒഴിഞ്ഞ വേഷമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് അവിടെ മുതലേ കാണുക. ഞാൻ മനസ്സുകൊണ്ട് ഈ വയസ്സ് വീട്ടിൽ നിന്നിവിടെ ഇവിടെ ചടഞ്ഞു വീണാൽ മക്കള് പെമ്മക്കളെ ഇവരെന്ത് ചെയ്യും? ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു പറയാൻ ചീത്ത വിളിച്ച് ഈ വീടിന്റെ വാതൊക്കെ വന്നപ്പോഴും മനസ്സുകൊണ്ട് ചീത്ത വിളിച്ചു. വാതൊക്കെ വന്നപ്പോൾ ഞാൻ എങ്ങോട്ടോ ഒന്ന് നോക്കിയിട്ട് നോക്കിയപ്പോൾ ഇയാളെ കാണുന്നു. അപ്പോഴാണ് ഓർക്കുന്നത്, ഇടാ ഇയാൾ 4 വർഷം മുമ്പ് മരിച്ചാളുന്നു. അപ്പോഴത്തേക്ക് 10-15 മിനിറ്റ് എടുത്തു. ഈ 15 മിനിറ്റും ഞാൻ ആസ്ട്രൽ ലെവൽ ഇയാളെ കണ്ടുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ ആസ്ട്രൽ ലെവൽ മാറി ഫിസിക്കൽ ലെവലിൽ എങ്ങോട്ട് പോയെന്നറിയുന്നു. ഇങ്ങനെ ഒത്തിരി കണ്ടു. അന്നേരം നമുക്ക് ടൈം പ്രശ്നമാണ്. ടൈം നമുക്ക് അറിയാൻ പറ്റും. ഇയാൾ എന്ന് മരിച്ചതാണ്. അതുപോലെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതെല്ലാം അന്നേരം ടൈം, ഇയാൾ മരിച്ചു, ആ ടൈം ഇത്ര കാലം മുമ്പ് മരിച്ചു ഇല്ല, ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്നത്. അതാണ് ആസ്ട്രലിന്റെ ഒരു പ്രത്യേകത. നമ്മൾ കാണുമ്പോൾ അവർ ജീവിച്ചിരിക്കുകയാണ്. മരിച്ചു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ആ കാണുന്ന വീട്ടിലെ ആളാ. അയാൾ മരിച്ചാൽ പിന്നെ എനിക്ക് അറിയാൻ പറ്റാതെ തൊട്ടടുത്ത വീട്ടിലെ ആളാ. അല്ല, അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറി. അല്ല, നമ്മൾ അങ്ങോട്ടായിട്ട് നോക്കിയാൽ മതി. നോക്കിക്കഴിഞ്ഞാൽ അയ്യോ ഇയാൾ മരിച്ചല്ലേ, 3 വർഷം മുമ്പ് വരെ 4 വർഷം. അപ്പൊ പിന്നെ എന്തായി? ആസ്ട്രൽ ലെവൽ. എന്നാ പിന്നെ അയാൾ പിന്നെ കാണാൻ പറ്റും. പിന്നെ ഒരിക്കലും കാണാൻ പറ്റും. ഇതിനോട് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല, പറ്റത്തില്ല. കാണാൻ മാത്രമേ. അത് ഇവരുടെ അത് എല്ലാം ഈ ഫോബിയാസ് ആണ്. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഫോബിയാസ് അല്ല, ഫാൻറ്റംസ് ആണ്. ഇതൊന്നും ആത്മാവല്ല, ഫാൻറ്റംസ് ആണ്. ഒരു ആത്മാവിന്റെ കയ്യില് കൊട, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും മടക്കോടെ പോകരുത്. വെളുത്ത ഷർട്ട്, കയ്യിലൊരു ടോർച്ച്. ഇത്രയായിട്ട് ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അന്നേരം ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ പോകുന്നവരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ഒരിക്കലിന് ശേഷം 4-5 വർഷം മരിക്കാറ്. പെട്ടെന്ന് നോക്കും നമ്മൾ. ഈ തേടയി ക്ലോസ് ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർക്കും. അപ്പോ തേടയെ പറ്റിയുള്ള ഒരു സംശയം ഇതാണ്. നമ്മൾ അറിയാതെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. അറിയാതാവും. നമ്മൾ അറിഞ്ഞു ഓപ്പൺ ആക്കാൻ പറ്റും. അത്രത്തോളം സാധനം വേണം. എനിക്ക് അത്രയും സാധനങ്ങളൊന്നും ഇല്ല. അറിഞ്ഞുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഓപ്പൺ ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഫിസിക്കൽ
കാര്യം അറിയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഫിസിക്കലായിട്ടുള്ള കാര്യം രണ്ടും കൂടെ ഒന്നിച്ച് ഒരേ സമയത്ത് വർക്ക് ചെയ്തില്ല. ഫിസിക്കൽ അല്ലാത്തപ്പോ ആസ്ട്രൽ വർക്ക് ചെയ്യും, ആസ്ട്രൽ അല്ലാത്തപ്പോ ഫിസിക്കൽ വർക്ക് ചെയ്യും. അല്ല, ഫിസിക്കൽ അല്ലാത്തപ്പോഴല്ല, ആസ്ട്രൽ വർക്ക് ചെയ്യുമ്പോൾ ഫിസിക്കൽ വർക്ക് ചെയ്യത്തില്ല, ഫിസിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ആസ്ട്രൽ വർക്ക് ചെയ്യും, ആസ്ട്രൽ വർക്ക് ചെയ്യും. ആ തരത്തിലായി പോകുന്നു രണ്ടിൽ. ഈ ഫിസിക്കൽ നമ്മൾ താഴ്ന്ന തലമാണ്, ആസ്ട്രൽ വർക്ക് ഉയർന്ന തലമാണ്. ആ തലത്തിലായി കഴിഞ്ഞാൽ ഈ തലത്തെ പറ്റി ഒരു ബോധമുണ്ട്. അങ്ങനെയാണോ? തൊപ്പിയമ്മ അതല്ല, അവര് സിദ്ധസ്ത്രീയല്ലേ, അവര് ഒരു എങ്ങനെ ഭരിച്ചു എന്നുള്ളതല്ല, അവർ ഈ ആസ്ട്രൽ ലെവൽ ഉണ്ടാക്കിയെടുത്ത, ആസ്ട്രൽ ലെവൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ശരീരശുദ്ധി, ആഹാരശുദ്ധി. ഇപ്പൊ നമ്മൾ ഈ ശരീരശുദ്ധി അല്ല അവര് ദേഹത്തോട് തുപ്പൽ ഒഴിപ്പിച്ച്, അതല്ല ശരീരശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് ആഹാരാദികളെ കുറച്ച് വളരെ ശുദ്ധമാക്കി എടുക്കുന്നതിനാണ് ശരീരശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ തുപ്പല് ദേഹത്തൊഴിച്ച് തുപ്പി ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ അവരുടെ ആസ്ട്രൽ ലെവൽ ഉയർന്നു. അപ്പൊ ആസ്ട്രലിൽ കണ്ണ് കാണാൻ പറ്റും. അപ്പൊ ആസ്ട്രലിലെ കണ്ണോ കാതോ ഒക്കെ കേട്ടാറായി, കേൾക്കത്തക്ക കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചായിട്ടുണ്ട്. അവരെ ഞാൻ വീട്ടിൽ കണ്ടിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയാൽ അവർക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ മറ്റേ തിരുവണ്ണാമല റൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയി റൗണ്ട് ചെയ്യാൻ കാലനങ്ങത്തില്ല. ആസ്ട്രൽ ബോഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങാൻ ബുദ്ധിമുട്ട്. പിന്നെ അനങ്ങാൻ ബുദ്ധിമുട്ട്. കാരണം ഫിസിക്കൽ ബോഡി പോയല്ലോ, വീക്കായ. ഞാൻ അനുഭവപ്പെട്ടതല്ലേ. ആസ്ട്രൽ ബോഡി വന്നപ്പോഴത്തേക്ക് ശരീരം എനിക്ക് ഇവിടെ വെച്ചിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ, കേദാർനാഥ് വെച്ചിട്ട് എന്റെ അല്ല ശരീരം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ രണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മള് മരണത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സമാധിയാവും. ആ ഒറ്റ കിടപ്പം ചിലപ്പം കിടന്നു പോകും. എന്റെ ഭാഗ്യത്തിന് തിരിച്ചു കിട്ടിയതാണ്. കോമയിലേക്ക് പോകും. കോമയിലോട്ടൊന്നും പോകത്തില്ല. എല്ലാം കാണാൻ ഇങ്ങനെ കിടക്കാം, ആസ്ട്രൽ ലെവലിൽ അങ്ങനെ കിടക്കാം. കോമയിലോട്ടൊന്നും പോകും. കോമയല്ലത്, അത് വേറൊരു, അത് ബ്രെയിന്റെ ഒരു കണ്ടീഷൻ അല്ലേ കോമ. ഇത് ബ്രെയിന്റെ കണ്ടീഷൻ അല്ല, ഇത് മറ്റൊരു തലമാണ്. വേറൊരു ആൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ്. അതിന്റെ കണ്ണുണ്ട്, അതിന്റെ കാതുണ്ട്, അതിന്റെ ചെവിയുണ്ട്, അതിന്റെ മൂക്കുണ്ട്. അത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ഇപ്പൊ ഉള്ള ഫിസിക്കൽ ബോഡിയിലുള്ള കണ്ണും കാതും എല്ലാം അതിന്റെ ശക്തി കുറഞ്ഞു വന്ന് അടയാൻ തുടങ്ങും. പിന്നെ അവരിങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ആരെങ്കിലും അടുത്ത് ചെല്ലുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. ആഹാരം കൊണ്ടുവന്ന കളയത്തേ ഉള്ളൂ, അല്ലെ അവിടെ അഴുകി കിടക്കത്തേ ഉള്ളൂ. അല്ല, ഇപ്പൊ എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായി. അതായത് ഉറങ്ങി കിടക്കുവാണ്. ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു തലത്തിലാണ്. ഉറക്കത്തിൽ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അപ്പൊ ഒരാള് നടന്നു വരുന്നുണ്ട്, അയാൾ മറ്റുള്ളവർ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് എന്നെ വിളിക്കാൻ വരുന്നു. അപ്പൊ എനിക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നു. പക്ഷെ എന്നെ വിളിച്ചപ്പോ ഞാൻ കൃത്യമായിട്ട് എണ്ണീറ്റു. അപ്പൊ അത് എന്റെ ഒരു ആസ്ട്രൽ തലമാണോ? അല്ല, അത് ആൽഫ തലമാണ്. ആൽഫ, ബീറ്റ, തീറ്റ 3 തലമുണ്ട്. ഡെൽറ്റ 3 4 തലമാണ്. സൂപ്പർ ഡെൽറ്റ 5ാമത്തെ തലം. ഇത് ഇപ്പൊ പറഞ്ഞത് ഡെൽറ്റ ആൽഫ തലമാണ്. ആൽഫ തലത്തിൽ നമുക്ക് ഒരേ സമയം ബീറ്റ, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീറ്റ തലമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ തീറ്റയിലാണ്. അത് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും നടുക്കാണ് ആൽഫ തലം. ഈ ആൽഫ തലത്തിൽ നിന്നുകൊണ്ട് രണ്ടിനെയും ആസ്വദിക്കാൻ പറ്റും. രണ്ടിനെന്ന് വെച്ചാൽ ഉറക്കത്തിലുള്ളതിനെ ആസ്വദിക്കാം, ഉറക്കത്തിൽ നമ്മൾ അതിലെ പോകുന്നതിനെ ആസ്വദിക്കാം, ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ കാണുന്നതിനെയും അല്ലെ വന്നതിനെയും നമുക്ക് ആസ്വദിക്കാം. ഇത് ആൽഫ തലം. ഈ തലത്തിലേക്കാണ് സന്യാസിമാർ യോഗ കൊണ്ട് പോകുന്നത്. ഈ ആൽഫ തലത്തിലാണ്. ചില സന്യാസിമാര് ഇപ്പോ ക്രിയാബാബയൊക്കെ പോകുന്നത് ഡെൽറ്റ തലത്തിലാണ്. ഡെൽറ്റ തലത്തിലാകുമ്പോഴത്തേക്ക് ശരീരം വിട്ടുകളയും. ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായത് ഇതേ കൂട്ട് തന്നെ വേറൊരു അനുഭവം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. അതായത് ഞാൻ ഇതുകൂട്ട് തന്നെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ വേറൊരു സ്ഥലത്താണ്, അത് വേറൊരു ജില്ലയിലാണ്. അപ്പൊ അവിടെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പകൽ സമയമാണ്. അപ്പൊ എന്റെ വീട്ടിലൊരു സുഹൃത്ത് വന്ന് അമ്മയടുത്ത് എന്നെ പറ്റി തിരക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുക. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് കൂട്ട് സുഹൃത്ത് വന്നായിരുന്നു, ഇവിടെ വന്ന് തിരക്കിയിട്ട് പോയെന്ന്. അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ആൽഫാതലത്തിൽ ടൈമില്ല, ടൈമും ഡിസ്റ്റൻസും ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഡൽഹിയാണ്. ഡൽഹിക്ക് ഇവിടുന്ന് ഒരു 600 കിലോമീറ്റർ ഉണ്ട്, 600 തോന്നുന്നു ഡൽഹി. അപ്പൊ ആ ഡൽഹിയും ഇതും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസേ ഉള്ളൂ. ആൽഫ ഡിസ്റ്റൻസ് ഇല്ല. ആൽഫ ഡിസ്റ്റൻസ് 0 ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. ടൈം അവിടെ ഇല്ല. 0 ആയപ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് ഇല്ലാതെ ടൈം ഇല്ലാതായി, ടൈമും പോയി.
ഇത് ഐൻസ്റ്റൈൻ്റെ പക്ഷേ അത് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. അതെ അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്ത് വീട്ടിൽ വന്നിട്ട് എന്നെ തിരക്കിയിട്ട് പോകും. നിങ്ങൾക്കത് അത് ഗുണം ചെയ്യുന്നതാണ്. ആൽഫ തലത്തിലാണ് നിങ്ങൾ പലപ്പോഴും കയറിയിട്ടുള്ളത്. അത് ആൽഫ തലമാണ്. ഈ ആൽഫയിൽ നിന്നും ഡെൽറ്റയിലോട്ട് പോകണം. ആൽഫയിൽ ഡെൽറ്റയിലോട്ടാണ് പോകണം. അപ്പോൾ ഡെൽറ്റയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ അത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയേക്കാൾ ആസ്ട്രൽ ബോഡി ബലമാകാം. പറഞ്ഞത് മനസ്സിലായി. അല്ല, അതിനുശേഷം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ ആദ്യത്തെ തവണത്തെ എനിക്ക് അത്രത്തോളം വർക്കായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് നമുക്കെല്ലാം ചുറ്റുമുള്ള എല്ലാം വൃത്തിയായിട്ട് കാണാൻ കഴിയും, ആളുകളെ കാണാൻ കഴിയും, അവരോട് സംസാരിച്ചിട്ട് വരുന്നത് എല്ലാം നമുക്ക് കാണാൻ കഴിയും. നമ്മളെ തൊടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അതെല്ലാം ഒരു ഫീൽ ആവും. പക്ഷെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ് ഡ്യൂട്ടി വീട്ടിൽ വന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള്. ഈ ആൽഫയിലും ബീറ്റയിലും മാത്രമേ ഉള്ളൂ ടൈം എന്ന് പറയുന്ന വെള്ളം കടന്നു വരും. ടൈം വരുമ്പോഴാണ് സ്പേസ് വന്നത്. ഇതിപ്പോ ഡെൽറ്റായി ആൽഫായി കയറി കഴിഞ്ഞാൽ ടൈം ഇല്ല, അതുകൊണ്ട് സ്പേസ് ഇല്ല. അപ്പോ ഡൽഹി വെച്ച് സംഭവിച്ചതും നമ്മുടെ തൊട്ടടുത്ത് സംഭവിച്ചതും ഒന്നുപോലെയാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ ടൈം ഒരിടത്തുമില്ല. അമേരിക്ക വെച്ച് നടന്നതും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലല്ലോ, സ്പേസ് ഇല്ല. ആൽഫയിൽ സ്പേസ് ഇല്ല. അതേസമയം ഡെൽറ്റയിൽ ഉറങ്ങി കിടക്കുന്ന അവസ്ഥയിലും തീറ്റയിലും ബീറ്റയിലും നമ്മളിപ്പോ ഇരിക്കുന്നത്, ഇതിന് രണ്ടിനും ടൈമുണ്ട്, സ്പേസ് ഉണ്ട്. മറ്റേ ടൈമും സ്പേസും ഇല്ലാതെ നമ്മൾ വളരെ അടുക്കുകയാണ്, വളരെ ചുരുങ്ങുകയാണ്. പ്രപഞ്ചം ആകെ ചുരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. പ്രപഞ്ചം ആകെ ചുരുങ്ങുകയാണ്. ഡെൽറ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണല്ല. വേറൊരാൾ അപ്പുറത്ത് അടി മേടിച്ചാലും എന്റെ കന്നത്തിന് അടി മേടിച്ച പോലെ ചില സ്വാമിമാർ പറയത്തില്ലേ, അത് ഡെൽറ്റയിൽ എത്തിയതുകൊണ്ടാണ്. ഇതൊക്കെ മനസ്സിന്റെയാണ്, ആത്മാവിന്റെ അല്ല. അതുകൊണ്ട് ഓർക്കണം, ഇതെല്ലാം മനസ്സിന്റെയാണ്. ആത്മാവ് അപ്പുറമാണ്. പക്ഷെ എനിക്ക് അതിനുശേഷം 2 ദിവസം എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം സംഭവിച്ചു അറിയാൻ ഒന്നുമില്ല. അത് ഡെൽറ്റയിൽ പോയതാണ്. നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ആഹാരം ഇതാണ് ചെയ്യേണ്ടത്. അകത്തുള്ള കാഷ്വൽ ബോഡിക്ക് ആഹാരം കൂട്ടുക, ഫിസിക്കൽ ബോഡിക്ക് കഴിയുന്നത്ര ആഹാരം കുറയ്ക്കുക, ആഹാരം ശുദ്ധമാക്കുക. ശുദ്ധമാക്കുക എന്ന് വെച്ചാൽ ഇറച്ചി കഴിക്കരുതെന്നല്ല അർത്ഥം. നമ്മൾ ഏറ്റവും കൂടുതൽ അമിതമായ ആഹാരങ്ങൾ ഒഴിവാക്കുക. അമിതത്വമാണ് ആഹാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ കിട്ടിയ അത് ടൈം 0 ആകില്ല.